അപ്പോൾ ദാ മൂന്നാമത്തെ ദിവസത്തിലെ ബ്രേക്ക്ഫാസ്റ്റ് ചലഞ്ചിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വിചാരിച്ചു ഓട്ടയപ്പം ഉണ്ടാക്കാമെന്ന്. കാരണം ഇന്നലെ നമ്മുടെ ഉണ്ടാക്കിയ സ്റ്റ്യൂ ബാക്കിയുണ്ട്, അതുകൊണ്ട് തന്നെ ഓട്ടയപ്പം റെസിപ്പി ആവാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിലേക്ക് ആവശ്യമായിട്ട് 1 കപ്പ് റവ, 2 ടേബിൾ സ്പൂൺ ഗോതമ്പ് മാവ്, 2 ടേബിൾ സ്പൂൺ കോക്കനട്ട്, 1 ടീസ്പൂൺ ഷുഗർ, ആവശ്യത്തിന് ഉപ്പ്, 1/4 ടീസ്പൂൺ ഈസ്റ്റ്, ഇതെല്ലാം കൂടെ ഇട്ട് 2 കപ്പ് ലൂക്ക് വാം വാട്ടറിൽ നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കുക. എന്നിട്ട് അങ്ങ് മാറ്റി വെച്ചേക്കുക. 1/4 മണിക്കൂർ മതി. നല്ല അടിപൊളിയായിട്ട് പുളിച്ച് വരും കേട്ടോ. അപ്പം ഞങ്ങൾ ഇതിൻ്റെ കൂടെ സ്റ്റൂ ആണ് കഴിച്ചത്, കാരണം നമ്മുടെ ഇന്നലത്തെ ബാക്കി ഉണ്ടായിരുന്നു. പക്ഷെ കുട്ടികൾക്ക് കൊടുക്കുമ്പോൾ നമ്മൾ മിൽക്കും ഷുഗറും കൂടെ മിക്സ് ചെയ്ത് കൊടുത്തു നോക്കിയാൽ അവർക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും കേട്ടോ. നമ്മുടെ അയറൂട്ടി അങ്ങനെയാണ് കഴിച്ചത്. റോങ്കുണ്ടിന് പിന്നെ ചട്നിയും കറികൾ ഭയങ്കര ഇഷ്ടമാണ്. ചട്നി ആയിക്കോട്ടെ, സ്റ്റൂ ആയിക്കോട്ടെ, എന്ത് കൊടുത്താലും അവൻ കഴിച്ചോളൂ കേട്ടോ. അതുകൊണ്ട് അവൻ സ്റ്റൂ കൂട്ടിയാണ് കഴിച്ചത്. അപ്പോൾ എന്തായാലും നന്നായിട്ട് പുളിച്ച് വന്നതുകൊണ്ട് നല്ല അടിപൊളി ഓട്ടയപ്പമാണ് കേട്ടോ ഞാൻ ഉണ്ടാക്കിയത്. പിന്നെ ഞാൻ ഒരുപാട് പരത്തും, കാരണം എന്താണെന്ന് വെച്ചാൽ റോയിച്ചിന് ഇങ്ങനെ കട്ടിയായിട്ടിരിക്കുന്നത് ഇഷ്ടമല്ല. എനിക്കും പൊതുവെ അങ്ങനെ കട്ടി പിടിച്ചിരിക്കണം അപ്പത്തിനോട് താല്പര്യമില്ല കേട്ടോ. അതുകൊണ്ട് ഞാൻ ഇച്ചിരി ഒന്ന് പരത്തി ഒന്ന് സ്മൂത്തനാക്കും, അതിനെ ഒരു തിൻ ലെയർ പോലെ ആക്കും. അതുകൊണ്ട് അതാണ് കേട്ടോ ഈ വീട്ടിൽ ചിലവാകുള്ളൂ. ഞങ്ങൾക്ക് എല്ലാവർക്കും അങ്ങനെയാണ് ഇഷ്ടം. ആ തുളയൊക്കെ വന്ന് ഞാൻ നിങ്ങളെ കാണിക്കുന്നതാണ് കേട്ടോ. നല്ല സോഫ്റ്റുമായിരുന്നു. അപ്പോൾ അങ്ങനെ എന്തായാലും ഇന്നത്തെ റെസിപ്പിയൊക്കെ അടിപൊളിയായിരുന്നു. ഞങ്ങൾ നല്ല അടിപൊളിയായിട്ട് കഴിച്ചു, വയറ് നിറഞ്ഞ് കഴിച്ചു എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. അപ്പോൾ നാളത്തെ റെസിപ്പിയായിട്ട് നമുക്ക് നാളെ കാണാം. ഗോഡ് ബ്ലെസ് യു ഓൾ. ബൈ.